മമ്മൂക്കയുടെ ഭീഷ്മപർവത്തിൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് അന്ന് ഓൺലൈൻ മാധ്യമങ്ങൾക്ക് സത്യത്തിൽ ഇൻ്റർവ്യൂ മമ്മൂക്കയെ പോലുള്ള വലിയ സ്റ്റാറിൻ്റെ പടങ്ങളുടെ കിട്ടില്ല. അപ്പോൾ അങ്ങനെ ഈ സാറ്റലൈറ്റിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവരൊക്കെ വരും. മമ്മൂക്കയും മോഹൻലാലും ഒക്കെ ലാലേട്ടനും ഒക്കെ ഇങ്ങനെ സാറ്റലൈറ്റിന് കൊടുക്കാൻ വേണ്ടി വരും. അപ്പോൾ മമ്മൂക്ക ഇങ്ങനെ ഏഷ്യാനെറ്റിൻ്റെ മറ്റോ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇറങ്ങി വരുന്നൊരു സീനിൽ പിന്നെ തൊട്ട് മുമ്പ് ഒരു കാര്യം സംഭവിച്ചു. നമ്മുടെ ഇൻ്റർവ്യൂവിൽ ആരൊക്കെയാണ് ആർട്ടിസ്റ്റുകൾ ഇരിക്കുന്നതിനെ സംബന്ധിച്ച് കൺഫ്യൂഷൻസ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയായിരുന്നു. അപ്പം PRO ആതിരയാണ് ഇങ്ങനെ ഇത് കൈകാര്യം ചെയ്യുന്നത്. ഭീഷ്മപർവത്തിൻ്റെ PRO ആതിരയായിരുന്നു. അപ്പോൾ സുഷിൻ ശ്യാമും നമ്മുടെ ഫാസിലിൻ്റെ ഫർഹാൻ ഫാസിലും കൂടെ ആണ് ഇരിക്കുന്നത്. ആദ്യം പറഞ്ഞു ശ്രദ്ധയും മറ്റാരോണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഞാൻ എടുക്കാം. അപ്പോൾ 2 ആങ്കേഴ്സ് ഉണ്ട്, ഞാനും മാഹീനുമായിരുന്നു ആങ്കേഴ്സ് അന്ന്. അപ്പോൾ ഞാൻ പ്രോഗ്രാം പ്രൊഡ്യൂസർ കൂടെ ആയതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടെ ഒരു ഉത്തരവാദിത്വം കൂടുതലുണ്ട്. അപ്പോൾ ഈ സുഷിൻ ശ്യാമും ഫർഹാനുമാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് മാഹീനെ നമ്മൾ പറഞ്ഞു മാഹീനിരിക്ക് ഇൻ്റർവ്യൂ എടുക്കുക എന്നുള്ളത്. അപ്പോൾ സുഷിൻ ശ്യാമും ഫർഹാനാണെന്നുള്ളത് മാഹീനും അറിഞ്ഞുകൂടായിരുന്നു. അപ്പോൾ മാഹീൻ പെട്ടെന്ന് ഗൂഗിൾ തുറന്നിട്ട് ഇത് ഗൂഗിളിൽ തപ്പിക്കൊണ്ടിരിക്കുക. ഈ ഫർഹാൻ്റെ വർക്കും സുഷിൻ്റെ വർക്കും ഒക്കെ പെട്ടെന്ന് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇവൻ ഇതിൽ ശ്രദ്ധിച്ചിരിക്കുകയാണ്. ആ സമയത്ത് സുഷിനും വന്ന് മൈക്ക് വെച്ചു, ഫർഹാനും വന്ന് മൈക്ക് വെച്ചു. ഈ സമയത്ത് ആതിര റൂമിനകത്തേക്ക് വന്നിട്ട്, അതായത് പല റൂമുകളിൽ ഒരുമിച്ചായിരിക്കും ചിലപ്പോൾ ഈ ഇൻ്റർവ്യൂ സെക്ഷൻസ് നടക്കുക. ഒരു ഹോട്ടലിൽ തന്നെ, അന്ന് ക്രൗൺ പ്ലാസയിലായിരുന്നു, എറണാകുളത്ത് ക്രൗൺ പ്ലാസയിലാണ് ഈ പരിപാടി നടക്കുന്നത്. അപ്പോൾ ആതിര വന്ന് ചോദിച്ചു, 3ാമതൊരു ചെയറും കൂടെ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ 3ാമത്തെ ചെയർ ആർക്കാ എന്നിങ്ങനെ ഞാൻ ചോദിക്കുമ്പോഴത്തേക്കും ആതിര പുറത്തേക്ക് പോകുമ്പോൾ ഈ മമ്മൂക്കയും പരിവാരങ്ങളും കൂടെ ആ വാതിലിൻ്റെ മുമ്പിലേക്ക് വന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് അന്താളിച്ചു, ഇനി മമ്മൂക്ക എങ്ങാനും വരുന്നുണ്ടോ എന്ന് അന്താളിച്ചു. അപ്പോൾ ഈ അന്താളിപ്പുണ്ടല്ലോ, ഈ അന്താളിപ്പ് അവിടെ തീരുന്നില്ല. അപ്പം ഈ ആതിര മുന്നോട്ട് നീങ്ങിയപ്പോൾ ഞാനും ആതിരയുടെ കൂടെ ഇങ്ങനെ ഇതിപ്പോൾ മമ്മൂക്കനങ്ങ് വരുമോ എന്നോ ചോദിക്കാൻ വേണ്ടി ഇങ്ങനെ വരുമ്പോൾ സാക്ഷാൽ മമ്മൂക്ക ഇങ്ങനെ വന്ന് നിൽക്കുന്നു. അപ്പം ഞാൻ പുറകെ നിൽക്കുന്നു. ആതിര മുമ്പിൽ കയറിയിട്ട് മമ്മൂക്കയുടെ അടുത്ത് ഒരു വർത്തമാനം പറയുമ്പോൾ ഞാൻ എൻ്റെ വാക്യത്ത് വന്ന ചോദ്യം ഉണ്ടല്ലോ, ഈ ചോദ്യം എനിക്ക് റെസ്ട്രിക്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അല്ല, മമ്മൂക്ക ഇരിക്കണുണ്ടോ എന്നിങ്ങനെ ചോദിച്ചു. പാതി കേട്ടു, പാതി കേൾക്കാതെ. പാതി ആതിരയുടെ മുഖത്തും പാതി മമ്മൂക്കയുടെ മുഖത്തുമാണ്. അപ്പോൾ ആതിര മമ്മൂക്കയുടെ അടുത്ത് ചോദിച്ചു, അല്ല ഇക്ക നമുക്ക് ഇവിടെ ഇരുന്നാലോ എന്ന് ചോദിച്ചു. അപ്പോൾ മമ്മൂക്ക അന്ന് ഭയങ്കര ജോളി മൂഡിലായിരുന്നു. മമ്മൂക്ക പറഞ്ഞു, ഇങ്ങനൊരു ആക്ഷൻ കാണിച്ചിട്ട് പറഞ്ഞു, എവിടെയായാൽ നമുക്കെന്താ എന്ന് ചോദിച്ചു. അപ്പോൾ സീൻ മാറിയെന്ന് വെച്ചാൽ മമ്മൂക്ക ഇതിനകത്ത് വരുമെന്നോ ഒരു ഇൻ്റർവ്യൂ തരുമെന്നോ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അപ്പം നേരെ മമ്മൂക്ക അകത്ത് കയറുമ്പോൾ ഈ ഗൂഗിൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന മാഹിൻ അവിടെ ഇരിപ്പുണ്ട്, ഫർഹാനും സുഷിനും കൂടെ അവിടെ ഇരിപ്പുണ്ട്. മമ്മൂക്ക നേരെ വന്നിട്ട് ഈ ആങ്കർ ഇരിക്കുന്ന കസേരയുടെ മുമ്പിൽ വന്നിട്ട് മമ്മൂക്ക അങ്ങ് നിന്നു. അപ്പം ഈ ആങ്കർ ഉണ്ടല്ലോ, ഈ ഗൂഗിൾ നോക്കിക്കൊണ്ടിരുന്ന ആങ്കർ ഇങ്ങനെ നോക്കിയപ്പോൾ മമ്മൂക്ക എന്നിങ്ങനെ പൊളിച്ചു. കാരണം എന്ന് വെച്ചാൽ ഇവൻ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. മമ്മൂക്ക അവിടെ ഉള്ളത് പോലും അറിയില്ലായിരുന്നു. ഇത് പൊളിച്ചിട്ട് അവൻ ചാടി എഴുന്നേറ്റിട്ട് എന്താ പറയേണ്ടതെന്ന് പോലും അറിഞ്ഞുകൂടാ. അപ്പോൾ മമ്മൂക്ക അവിടെ അങ്ങ് ഇരുന്നു. ആങ്കറിൻ്റെ കസേരയാണ് മമ്മൂക്ക ഇരുന്നത്. അപ്പോൾ ഈ 3ാമത്തെ കസേര എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ക്യാമറമാൻ ഓടിപ്പോയിട്ടുണ്ടായിരുന്നു. ഇയാൾ എടുത്തു വരുമ്പോഴത്തേക്കും നമുക്ക് മൈക്കൊക്കെ വെച്ചൊന്ന് സെറ്റ് ചെയ്യാൻ മമ്മൂക്ക അപ്പുറത്തേക്ക് ഇരുത്തണം. പക്ഷെ ആര് പറയും? ഇതിനിടയ്ക്ക് വേറൊരു കൺഫ്യൂഷൻ വന്നു. മമ്മൂക്കയുടെ ഇൻ്റർവ്യൂ ആരാ എടുക്കേണ്ടത്? അപ്പം ഇവൻ പേടിച്ചല്ലോ. അപ്പോൾ പേടിച്ച സ്ഥിതിക്ക് പിന്നെ ഞാൻ എടുത്തല്ലേ മതിയാവും. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഓക്കെ മാഹിൻ, നീ പേടിക്കണ്ട, ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഈ കസേരയിലിരിക്കുന്ന മമ്മൂക്കയെ വിളിച്ചിട്ട് അപ്പുറത്ത് ഇരുത്തണമല്ലോ. അപ്പോൾ പെട്ടെന്ന് പിന്നെ ഞാൻ പ്രൊഡ്യൂസറുടെ കുപ്പായം, പ്രോഗ്രാം പ്രൊഡ്യൂസേഴ്സ് അങ്ങനെയാണ്, ഇനിഷ്യേറ്റീവ് എടുത്തേ പറ്റൂ. പ്രൊഡ്യൂസറുടെ കുപ്പായം എടുത്തിട്ട് ഞാൻ നേരെ ചെന്ന് മമ്മൂക്ക എടുത്ത് പറഞ്ഞു, മമ്മൂക്ക ഇക്കയുടെ കസേര അപ്പുറമാണ് എന്ന് പറഞ്ഞപ്പോൾ മമ്മൂക്ക ഇങ്ങനെ നോക്കിയിട്ട്, അമ്മ രണ്ടുപേരും അവിടെ ഇരിക്കുകയല്ലേ? അവന്മാരവിടെ ഇരിക്കുകയല്ലേ എന്ന് ചോദിച്ചു. എൻ്റെ കിളി പോയി. അപ്പോൾ ഇത് നല്ല കടുത്തത്തിലുള്ള ശബ്ദമാണ് കേട്ടോ, മമ്മൂക്ക സംസാരിക്കുന്നത് നിങ്ങൾ കേട്ടാൽ മനസ്സിലാവും. അപ്പോൾ ഞാൻ എന്നിട്ട് പിന്നെ കുറച്ചുകൂടെ ധൈര്യം സംഭരിച്ച് പറഞ്ഞു, ഇത് ആങ്കറുടെ കസേരയാണ്, അപ്പുറത്തെ കസേര വരുമെന്ന് പറയുന്നതിന് മുമ്പ് തന്നെ അപ്പുറത്തെ കസേര വന്നു. കസേര വന്നിട്ട് 3 പേര് പെട്ടെന്ന് ഇരുന്നു. ഒരു 10 മിനിറ്റേ തരുവുള്ളൂ എന്ന് പറഞ്ഞു. കറക്റ്റ് 10 മിനിറ്റ്, നേരത്തെ 10 മിനിറ്റ് പോലെ നീണ്ടു പോകുന്നില്ല. കറക്റ്റ് 10 മിനിറ്റ്, എനിക്ക് തോന്നുന്നു 11 മിനിറ്റ്, മൊത്തം 12 മിനിറ്റേ ഉള്ളൂ ഹൈലൈറ്റ്സ് എല്ലാം കൂടെ കൂട്ടിയിട്ട് ആ ഇൻ്റർവ്യൂ. 10 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ നിർത്തുന്ന സമയത്ത്
നിങ്ങൾ മാർച്ച് 12-ന് ആണ് തിയേറ്ററിലേക്ക് എത്തേണ്ടത് മറ്റോ പറയുന്ന സമയത്ത് മമ്മൂക്ക അതിൻ്റെ ഇടയിൽ കയറി പറഞ്ഞു മാർച്ച് 12-ന് നിങ്ങൾ തിയേറ്ററിലേക്ക് മാർച്ച് ചെയ്യുക. അപ്പം ഞാൻ ഏറ്റു പറഞ്ഞു മാർച്ച് 12-ന് നിങ്ങൾ തിയേറ്ററിലേക്ക് ഈ സിനിമ കാണാൻ വേണ്ടി മാർച്ച് ചെയ്യാമെന്ന് പറയുമ്പോൾ മമ്മൂക്ക പറഞ്ഞു പൊളി എന്ന് പറഞ്ഞു. മമ്മൂക്ക പൊളി എന്ന് പറഞ്ഞത് ഇത് പെട്ടെന്ന് തീരുകയും ഞാൻ കടകടാന്ന് ചോദ്യം ചോദിച്ച് പെട്ടെന്ന് തീർത്തതിൻ്റെ ഒരു സമാധാനം കൊണ്ടാണോ അതേ ആ വൈൻഡപ്പ് അങ്ങനെ എൻഡ് പോർഷൻ അങ്ങനെ ആയതുകൊണ്ടാണോ അടിപൊളിയെന്ന് അറിഞ്ഞൂടാ. പക്ഷേ പ്രേക്ഷകർ വിശ്വസിച്ച് എന്താണെന്നറിയാമോ, രജനീഷിൻ്റെ ഇൻ്റർവ്യൂ അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും താഴെ രജനീഷ് കൊള്ളാം, രജനീഷ് കൊള്ളാം, പൊളിയാണ് എന്ന് പറഞ്ഞ് കമൻസ് വന്നു.